എടാ ഞാൻ പറയാം, നമുക്കൊരു റൊമാൻറ്റിക് സ്റ്റോറി എഴുതിയാലോ? നമ്മൾ സിമ്പിളുമാണ്, എല്ലാ കാലത്തും ഡിമാൻഡും ഉണ്ട്. ഒരു ലവ് എക്സ്പീരിയൻസും ഇല്ലാത്ത നമ്മൾ ഈ ഒരു സ്ക്രിപ്റ്റ് എഴുതിയ അത് സക്സസ് ആവുകയാ കൂടെ അവിടുന്ന് ഇങ്ങനെ മനസ്സിൽ വിഷമം വരുന്ന ഓരോ കാര്യങ്ങൾ സങ്കടപ്പെടുത്തല്ലേ? എങ്കിൽ ഞാനൊരു കാര്യം പറയാം, നമുക്ക് സിംഗിൾ പസങ്ങളുടെ സ്റ്റോറി എഴുതാം. അതാകുമ്പോൾ കഥയൊന്നും ഇല്ല എങ്കിലും ഈ പിള്ളേർക്ക് സ്റ്റോറി ഇടാൻ കണക്കി ഒരു 3-4 സീൻ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സാധനം ക്ലിക്കാവും. ഇത് നമ്മളെ ഫസ്റ്റ് പടമാണ്, അതുകൊണ്ട് ഈ സിമ്പിൾ സാധനം ഒന്നും വിട്ടില്ല. ഞാൻ കൊമ്പത്തെ പിടിക്കും. നമുക്കൊരു ടേസ്റ്റ് പടം എടുക്കാം. സത്തോശ്രീ പോലെ ഞാൻ മണി ഈസ്റ്റർ ആവാൻ പറഞ്ഞിട്ടില്ല, അവൻ കുമ്പത്തെ പിടിക്കുള്ളൂ. മണി ഈസ്റ്റൊക്കെ ആണെങ്കിൽ വള്ളിയാണ്, പിന്നെ ഒരുപാട് എഴുതേണ്ടി വരും. അതിനുവേണ്ടി നമ്മൾ ഒരുപാട് അന്വേഷിച്ച് പറക്കേണ്ടി വരും. ആണ് എന്നാലും അളിയാ, നീ ഈ കൊമ്പും പിടിച്ചോണ്ടിരുന്ന മലയാള സിനിമയെ പറ്റി കുറ്റവും പറഞ്ഞ് നമ്മുടെ ജീവിതകാലത്ത് തീർക്കാനേ നമുക്ക് പറ്റും. അതുകൊണ്ട് ഞാനൊരു കാര്യം, നീ ഈ കൊമ്പങ്ങ് വിട്. എന്നിട്ട് ഈ സപ്തമശ്രീ പോലൊരു പടമാണെങ്കിൽ ഞാൻ അതാണെങ്കിൽ ഞാനും തടി. എന്നാ അതിന് പറ്റിയ പ്ലോട്ട് എന്ത് സെറ്റ് ചെയ്യും? ഇനി ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ മലയാളികൾ ആരും അധികമൊന്നും ഈ അർജന്റീന സിനിമ കാണാറില്ല. ഈ 2019 ഇറങ്ങിയ ഒരു ഹീറോയിക് യൂസേഴ്സ് എന്ന് പറഞ്ഞിട്ട് അർജന്റീന പടം. El abuso al que estamos acostumbrados. ഈ സപ്തമശ്രീ പോലത്തൊരു ലൈനാണ്. La bóveda, no sabemos bien ahí. നൈസായിട്ട് അതിന് ചൂണ്ടിക്കഴിഞ്ഞാൽ അത് ശരിയാണ്. ഇവിടെ നമ്മൾ നാളെ തന്നെ എഴുത്തു തുടങ്ങാം. അടുത്ത ആഴ്ച അൻവർ സിനിമ കാണുകയും ചെയ്യാം. ഇതൊക്കെ ശരിയാവും. കുറച്ച് വെള്ളം ചേർക്കാം. കുറച്ച് വെള്ളം ചേർക്കാം. ഈ പടം എങ്ങനെയാണ്? പടത്തിന്റെ പേരെന്താണ്? പടത്തിന്റെ പേര് ഹീറോയിക് ലൂസേഴ്സ്. Терять нам больше нечего. Нечего. Когда пути назад больше нет. Бегите оттуда! Сейчас рванет! Боже! ഞാനും പടം കണ്ടതാണ്. അടിപൊളി പടമാണ് കേട്ടോ. അപ്പൊ നല്ല നാച്ചുറൽ ആക്ടിങ്, നല്ല നാച്ചുറൽ സ്ക്രിപ്റ്റും നാച്ചുറൽ ഡയറക്ഷനും എല്ലാം കൊണ്ടും നല്ലൊരു തരും. ഇതൊരു സിമ്പിൾ ഹൈസ്റ്റ് പടമാണ്. ഒരു സിമ്പിൾ ഇമോഷൻസ് ആയി കണക്ട് ചെയ്ത ഒരു സിമ്പിൾ സാധനം. ബട്ട് ഇറ്റ്സ് ഇൻട്രസ്റ്റിംഗ്. Existe la posibilidad de que este hombre Mansi tenga un cajafón. ഈ ഫൈറ്റ് ഒക്കെ ശരിയാവും. കാരണം ഇത് കുറച്ച് പാവപ്പെട്ട ആൾക്കാരുണ്ടല്ലോ, അവരെ പറ്റിച്ചവരെ കയ്യിൽ നിന്നും അവരാൽ കഴിയുന്ന രീതിയിൽ ഒരു ഹൈസ് നടത്തി അവരെ ഇന്ന് പൈസ തട്ടിയെടുക്കുന്ന ഒരു സിനിമയാണ്. ഈ ഫൈറ്റ് ഒന്നുമില്ല. ചേട്ടാ, നമുക്ക് ഈസ്റ്റേൺ പടം വേണ്ടി ആദ്യം ഈ പടം ഒന്ന് കണ്ടു. നല്ല പടവും നീ മണി ഈസ്റ്റർ പിടിച്ചോണ്ടിരിക്കുക. അതെ എടാ, കണ്ടു നോക്ക്, നല്ല പടം. എന്നാ പിന്നെ നമുക്ക് വെള്ളം ചേർത്ത് നാളെ മുതൽ കറന്നു തുടങ്ങാം.